ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ചടങ്ങ് ചെയ്യുകയാണ്. മഹിമയുടെ ചടങ്ങ് കഴിയുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് സച്ചിയും ദാമുവിനെയാണ്. ദാമു സച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ചടങ്ങ് കഴിയാൻ ഇനിയും സമയമെടുക്കില്ലേ, നമുക്കൊന്ന് പുറത്തു പോയി നടന്നൊക്കെ വരാമെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ പാർക്കാണോ നടന്നു വരാനൊക്കെ ചോദിക്കുമ്പോഴേക്കും ദാമു പറയുവേ, നമുക്കൊന്ന് പാർക്കിംഗ് വരെ പോയിട്ട് വരാം, കാർ പാർക്കിംഗ്, അവിടെ എനിക്കൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, സെറ്റപ്പോ, എന്ത് സെറ്റപ്പ്, വന്നെൻ്റെ കാറൊന്ന് കാണുന്നൊക്കെ ദാമു പറയുവാണ്. ഇത് പെണ്ണുങ്ങളുടെ ചടങ്ങല്ലേ, നമുക്ക് എന്താ ഇവിടെ കാര്യം, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും വരാം, വാ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ നിർബന്ധിക്കുവാണ് കേട്ടോ. സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ LKG പിള്ളേരെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന പോലെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, സ്നേഹം കൊണ്ടല്ലേ, ഒന്ന് വാ, ഞാൻ ഇത്രയും പറയുന്നില്ല, ഒന്ന് വാ എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് കൊണ്ടുപോവാണ് ദാമു. അങ്ങനെ സച്ചി ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേക്കുവാണ് ദാമുവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ദാമു സച്ചിയും കൂട്ടി കാർ പാർക്കിങ്ങിലോട്ട് പോയിട്ട് തൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്ന് കാണിക്കുകയോ, ഡിക്കി തുറക്കുന്നതും സച്ചി ഞെട്ടും. ഇതെന്താ മിനി ബാറോ? കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മദ്യക്കുപ്പികളും ടച്ചിങ്സും എല്ലാ സെറ്റപ്പോടായിട്ടാണ് ദാമു വന്നിരിക്കുന്നത്. സച്ചിക്ക് അത് കാണുമ്പോഴേക്കും പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവുകയോ കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സച്ചി മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദാമു പറയുന്നുണ്ട്, അകത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ സൂപ്പർ ഫുഡാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, അത് കഴിക്കുന്നതിനേക്ക് മുമ്പ് നമുക്ക് ഓരോന്ന് അടിച്ചിട്ടും പോകാമെന്ന് പറഞ്ഞ് സച്ചിക്ക് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുവാണ്. സച്ചിക്ക് മേടിക്കണം എന്നുണ്ട്, പക്ഷെ കൈ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുവാണ്. ലാസ്റ്റ് പറയും, സാർ ഞാൻ ഇത്ര നിർബന്ധിക്കുമല്ലേ, എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് പിടിക്ക് സാർ എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് നിർബന്ധിച്ച് ദാമു ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുവാണ്. സച്ചി അത് മേടിച്ച് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മധുസൂദനനെ രവീന്ദ്രനെയൊക്കെയാണ്. മധുസൂദനൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുവാണ്, സാറിന് വലിയ മനസ്സാണ്, കാരണം അവരുടെ വീട്ടിലെ മൂത്ത മരുമകളുടെ ചടങ്ങ് നിങ്ങളുടെ മോളുടെ കൂടെ നടത്താൻ തീരുമാനിച്ചല്ലോ, വലിയ മനസ്സാണെന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ പറയും, അതെന്ത് ചെയ്യാനാ, അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, അവർക്കിങ്ങനെ വലുതായിട്ട് ഫംഗ്ഷൻ നടത്താനുള്ള കാശൊന്നുമില്ലല്ലോ, പാവപ്പെട്ട വീട്ടിലെ അല്ലേ എന്നൊക്കെ. ഇതൊക്കെ രവീന്ദ്രൻ കേട്ടോണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ്റെ കൂട്ടുകാരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മധുസൂദനൻ പറയും, നമ്മളിപ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ ബാക്കി വന്ന ഫുഡ് പാവങ്ങൾ കൊടുക്കില്ലേ, അതുപോലെ കണ്ടാൽ മതി ഈ ചടങ്ങിനെന്ന് പറയുവാണ് നമ്മുടെ മധുസൂദനൻ. രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ്റെ കൂട്ടുകാരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. രവീന്ദ്രനെ മാക്സിമം അപമാനിക്കുക എന്നതാണ് മധുസൂദനൻ്റെ ലക്ഷ്യം, അത് അയാൾ മാക്സിമം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരല്ലേ, എന്തിനാ ഈ പെണ്ണിൻ്റെ വീട്ടുകാരിങ്ങനെ പറയുന്നതൊക്കെ കുറ്റമാക്കി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, വാ നമുക്ക് പോയി ചോദിക്കാം രവീന്ദ്ര എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, വേണ്ട വേണ്ട, നമുക്ക് മധുസൂദനൻ്റെ സ്വഭാവം നമുക്കറിയാലോ, മിണ്ടാണ്ടിരിക്കാം, നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയി അതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ സച്ചി ഇടപെടും, പിന്നെ അത് അറിയാലോ വലിയ പ്രശ്നമാവും, നമുക്കൊന്നും കേൾക്കാത്ത പോലെ ഇരിക്കാം, അങ്ങനെ ഇരുന്നാൽ മതി, ഒന്നും ഇപ്പം തൽക്കാലത്തേക്കൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ്റെ സുഹൃത്ത് പറയും, അയ്യോ നമ്മുടെ സച്ചിയെ പുറകിലിരുന്നിട്ട് കസേരയിൽ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ തിരിഞ്ഞു നോക്കുവേ, സച്ചി അവിടെ ഇല്ല. രവീന്ദ്രൻ്റെ ടെൻഷൻ ആവുകയെ, അയ്യോ ഈ സച്ചി എവിടെ പോയി, ആ കസേരയിൽ ഇത്ര നേരം ഉണ്ടായിരുന്നതാണല്ലോ, ഇവൻ ഇതെവിടെ പോയി എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ചിലപ്പോൾ കൂട്ടുകാരൻ പറയും, ചിലപ്പോൾ അങ്ങോട്ടെങ്കിലൊക്കെ മാറിയിട്ടുണ്ടാവും, വല്ല ഫോൺ കോളൊക്കെ വന്നപ്പോൾ, ടെൻഷൻ അടിക്കേണ്ട രവീന്ദ്ര, എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് കൂട്ടുകാരൻ പറയുവാണ്. ശ്രുതിയുടെ ചടങ്ങാണെങ്കിൽ അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നീ വേഷത്തിൽ കാണാൻ നല്ല കല്യാണ പെണ്ണിനെ പോലെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ ഇപ്പോൾ വരും, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീര ശ്രുതിയോട് പറയും, നോക്കിയേ ദാമുവിനെ സച്ചിയും കാണാനില്ല, നമ്മുടെ പ്ലാൻ ഇപ്പോൾ തുടങ്ങും, സച്ചി ഇപ്പോൾ അവിടെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഇനി എന്തായാലും ഇവിടെ ഒരു പ്രശ്നം നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട ശ്രുതി എന്ന് മീര ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ്. ശ്രുതിക്ക് അപ്പോഴാണ് കേട്ടോ സമാധാനമാവുന്നത്, കാരണം സച്ചിയെ കാണുന്നില്ലല്ലോ, ഇനി എന്തായാലും കുടിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് ശ്രുതിക്ക്. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്, സച്ചി ഇരുന്നിടത്ത് കാണുന്നില്ല. രേവതിക്ക് ടെൻഷൻ ആവുകയോ, ഈ സച്ചിയുടെ ഇത് എവിടെ പോയി. രേവതി ആ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും രവീന്ദ്രനും ചോദിക്കും, മോളെ സച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, അവിടെ ഇരിപ്പുണ്ടായിരുന്നത് ഇപ്പോൾ കാണാനില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി പോകുവാണ്. അപ്പോൾ രവീന്ദ്രൻ്റെ സുഹൃത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട രവീന്ദ്ര, അവൻ എവിടെയെങ്കിലുമൊക്കെ കാണും, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ആ കസേരയിൽ പിടിച്ചിരുത്തുവാണ്. ദാമുവും സച്ചിയും കൂടി നല്ല സംസാരമാണ്. അവിടെ ഇരുന്നിട്ട് ഗ്ലാസ്സൊക്കെ പിടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ദാമു ഇങ്ങനെ സച്ചിയെ കുടിപ്പിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ദാമു ആദ്യം കുടിക്കുക, എനിക്ക് പയ്യെ കുടിച്ചാണ് ശീലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദാമു പറയും, ആര് കുടിച്ചാലെന്താ, ഞാൻ തന്നെ ഫസ്റ്റ് കുടിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല, അതപ്പം തന്നെ കുടിക്കണം എന്ന് പറഞ്ഞ് ദാമു കുടിക്കുന്നുണ്ട്. മീര നോക്കുമ്പോഴേക്കും രണ്ടുപേരുടെ കയ്യിലും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം മീര വിചാരിക്കുന്നുണ്ട്, എൻ്റെ പ്ലാനൊക്കെ നടക്കുന്നുണ്ട്, മീര ഒളിഞ്ഞിരുന്നാണ് ഇതൊക്കെ നോക്കുന്നത്, ഇത് സച്ചിയൊന്നും കാണുന്നില്ല. മീരക്കപ്പം സമാധാനമായി. മീര സന്തോഷത്തോടെ പോകുവാണ് ശ്രുതിനോട് ഈ കാര്യം പറയാൻ വേണ്ടി. രണ്ടുപേരും കുടിക്കാൻ വേണ്ടി പാർക്കിങ്ങിലുള്ള കാര്യം. ദാമു അങ്ങനെ കുടിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ചടങ്ങൊക്കെ തന്നെയാണ്.
മഹിമ പറയും ചന്ദ്രയെ നോക്കിക്കേ ശ്രുതിയുടെ കണ്ണെന്തോ ചുമന്നിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പയ്യെ വന്ന് ശ്രുതി ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും ശ്രുതി നിൻ്റെ അച്ഛനെവിടെ? അപ്പോൾ ശ്രുതി പറയും വിളിച്ചു ആൻറ്റി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ ഒരു പൊട്ടത്തിയായിട്ട് തോന്നുന്നുണ്ടോ? എത്ര നേരം നീ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അച്ഛൻ വരുന്നുണ്ട്, എന്താടി ഇത്? അവരാണെങ്കിൽ എന്നോട് എപ്പോഴും ഈ മലേഷ്യക്കാരൻ അച്ഛൻ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, ഞാൻ അവരോടൊക്കെ എന്ത് മറുപടി പറയുന്നു? ഭയങ്കര ദേഷ്യത്തിൽ ചന്ദ്ര ചോദിക്കുവാണ് ശ്രുതിയോട്. എല്ലാവരോടും ഞാനിനി എന്ത് മറുപടി പറയും? ശ്രുതി ഇതൊക്കെ കേട്ടിങ്ങനെ പേടിച്ചിരിക്കുവാണേ. ആൻറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് ശ്രുതി പറയുമ്പോഴും എത്ര പ്രാവശ്യം നീ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂടി, എല്ലാവരുടെ മുമ്പിലും നീ എന്നെ നാണം കെടുത്തിയില്ലേ? ഇത്ര നാൾ നിൻ്റെ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ടല്ലേ നിൻ്റെ ചടങ്ങ് രണ്ടാമതാക്കിയത്, അല്ലെങ്കിൽ നിൻ്റെ ചടങ്ങ് ഞങ്ങൾ ആദ്യം നടത്തുമായിരുന്നില്ലേ? എന്ത് പണിയാണ് നീ കാണിച്ചത്? നിൻ്റെ അച്ഛൻ വന്ന് കുറേ സ്വർണം കൊണ്ട് നിന്നെ മൂടും എന്നൊക്കെ ഞാൻ ഭയങ്കര പൊങ്ങച്ചത്തിൽ എല്ലാവരോടും പറഞ്ഞു നടന്നതാ. ഇനി എല്ലാവരോടും ഞാൻ എന്തു പറയും? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ അച്ഛനെങ്ങാനും ഈ ചടങ്ങിന് വന്നില്ലെങ്കിൽ നീ വീട്ടിലോട്ട് വാ, ബാക്കി ഞാൻ ആ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാമെന്ന് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ചന്ദ്ര ശ്രുതിയോട് പറയുവാണ്. ശ്രുതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുവാണ്ട് പാവം. എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ്. ശ്രുതിയുടെ മനസ്സ് നിറച്ചും. ചന്ദ്രയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ ഇത്രയും കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.